പൂരിപ്പിച്ചോണം. അങ്ങനത്തെ ഒരു പരനാറി ചെറ്റിയാണ് നമ്മുടെ കണ്ണൻ്റെ കിണ്ണത്തിൻ്റെ കൂടെ ഇരിക്കുന്ന, കണ്ണന വരക്കാരിയുടെ കൂടെ ഇരിക്കുന്ന ആ എന്താ പറയുക, അവനെ സത്യം പറഞ്ഞ ഇവള് എന്തിലിട്ട് വലിച്ചു അവന് ഇങ്ങനെ ആയിപ്പോയി. സത്യം പറഞ്ഞ ഇനി ഞാൻ നേരത്തെ പോലത്തെ കാര്യങ്ങൾ പറയേണ്ട വരും. ഈ നെരുന്ത് പോലെ ഇരിക്കണ ഇവനെ എങ്ങനെ ഇവൾക്ക് മതിയാവാനാണ്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ഐസ്ക്രീം കൊടുത്താലൊന്നും അവൾക്ക് പോരാ. ഒരു 5-6 ഐസ്ക്രീം ഒരുമിച്ച് തിന്നണം. അതിലത്തെ ആക്രാന്തവും കൊണ്ടിരിക്കുന്നവൾക്ക് ഇവൻ്റെ ഒക്കെ വല്ലതും എന്താ പറയുക ഇതാവോ? പിന്നെ അവൾക്ക് തിന്ന് ഇപ്പം ഇങ്ങനെ പോർക്ക് പോലെ, പോത്ത് പോലെ. അതുകൊണ്ട് ഇവൾക്കിപ്പോൾ വയ്യ, പെർഫോമൻസിന് വയ്യ എന്ന് അവൻ തന്നെ പറയുന്നു. അപ്പം അവൻ സ്റ്റെപ്പിനീനെ അന്വേഷിക്കും. പിന്നെ ഇവനൊക്കെ ഒരു സ്റ്റെപ്പിനീനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത്രയും കച്ചറ കെട്ട ആൾക്കാർ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം ഇനി അടുത്ത വിശേഷം അടുത്ത ലൈവിൽ പറയാം. എന്തായാലും ഇപ്പോൾ കുറച്ച് 25 മിനിറ്റ് 30 മിനിറ്റ് ആവാറായി. എന്തായാലും ഈ വിഷയത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും പിന്നോട്ടില്ല. പിന്നെ എന്നെക്കുറിച്ച് സഹതാപപരമായിട്ടൊക്കെ സംസാരിക്കുന്ന കണ്ടു. നീ എന്ത് സഹതാപിച്ചാലും നിന്നെ 24 മണിക്കൂറും ഞാൻ ഈ അപരാധം പറഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. മനസ്സിലായോടി കൂത്തിച്ചി കണ്ണനവരക്കാരി? നിന്റെ കൂടെയുള്ളവൻ്റെ തള്ളയുടെയും ഇത്തരം വെടി വർത്താനങ്ങൾ ഗുരുവായൂർ അമ്പലനടയിൽ കിടന്ന് പറഞ്ഞപ്പോൾ നീയൊക്കെ എന്താണ് മുതലെന്ന് അവിടെ വെച്ചിട്ട് ആളുകൾ മനസ്സിലാക്കി. അപ്പൊ കൂടുതൽ വർത്താനം ഒന്നും ഇങ്ങോട്ട് പറയണ്ട, മനസ്സിലായില്ലേ? നീ എന്നെ സഹതാപം പറഞ്ഞാലും നീ എന്താണ് എന്ന് ഇനിയിപ്പോൾ ഞാനൊരു കൂടി വന്ന എന്താണ് ഇപ്പം ഏറ്റവും കൂടുതൽ ലസിതേനെയാണ് പറയുന്നത്. ഞാൻ ലസിതയുടെ ഇതിൽ ഏറ്റവും ലാസ്റ്റാണ് പോയി നോക്കിയത്. ഷെഫീനയുടെ ഇതിൽ പോയി നോക്കി, ഇവിടെ എൻ്റെ ഇതിൽ പോയി നോക്കി, അപ്പോൾ ഒന്നും കണ്ടില്ല. പൂരത്തിൻ്റെ പുറകെ പോയിട്ടൊന്നും ഇല്ല. നമ്മൾ പൂരപ്പറമ്പിലൊന്ന് പോയാൽ നമ്മൾ തിരിച്ചിങ് വരും. അത് കഴിഞ്ഞിട്ട് നിനക്കുള്ളത് തരും. നീ അത് വിചാരിച്ചിട്ട് നീ മിണ്ടാണ്ടിരിക്കില്ലേ? എവിടെ പൂരത്തിൻ്റെ പുറകെ പോയി? പൂരമൊക്കെ നമ്മുടെ ആവശ്യം. നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരും. അല്ലാണ്ട് പൂരപ്പറമ്പിലല്ല ഇനി അങ്ങോട്ട് ജീവിക്കാൻ പോണത്. മനസ്സിലായില്ലേ? അപ്പോൾ ഡ്രൈവർമാർക്കടെ സ്പെഷ്യൽ ഐറ്റം കണ്ണനവരക്കാരിക്ക് ഡ്രൈവറിൻ്റെ ഇല്ലാണ്ട് പറ്റൂല. അതിലത്തെ ഡ്രൈവിംഗ് ആണോ എടുക്കുന്നത്. അപ്പോൾ ബാക്കി നാളെ പറയാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. പിന്നെ പ്രത്യേകം പറയാനുള്ളൊരു കാര്യം എപ്പോഴും പറയണം, നോക്കി മറന്നു. കണ്ണനെ വരയ്ക്കാൻ വേണ്ടി നമ്മൾ ചെറിയ തോതിൽ ഒരു സാമ്പത്തിക സഹായം ചോദിക്കുന്നുണ്ട്. ഒരുപാടൊന്നും ചോദിക്കുന്നില്ല. ഒരു 100 രൂപയോ അതിൻ്റെ താഴെയോ. ഇനി നിങ്ങളുടെ കയ്യിൽ 10 രൂപയോ ഉള്ളൂ, 5 രൂപയായാലും കുഴപ്പമില്ല. അത് ഞാൻ നമ്മുടെ QR കോഡ് ഇതിനകത്ത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ട് വെച്ചേക്കാം. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം, ഇനി ഏതിനാ എന്ന് കേട്ടില്ല കണ്ടില്ല എന്ന് ആരും പറയരുത്. ഇപ്പം 1 രൂപയാണെങ്കിലും 5 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും നമുക്കൊരു 5000 രൂപയുടെ ആവശ്യമുണ്ട്. അതാണ് എനിക്ക് ആകെ കുറച്ച് പൈസ എന്ന് പറഞ്ഞാൽ 1-2 രൂപയായിട്ട് ഓരോരുത്തർ അയച്ചു തന്നിട്ടുള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് വന്നിട്ടില്ല. 5 രൂപ പോലും തികച്ച് ആരും അയച്ചു തന്നിട്ടില്ല. ഞാൻ QR കോഡ് ഇട്ടിരുന്നു. അപ്പോൾ നമുക്ക് കണ്ണനെ വരയ്ക്കുക എന്നുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. വെണ്ണക്കണ്ണനെ വരയ്ക്കുക, അത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് സമർപ്പിക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 5000 രൂപയുടെ ധനസഹായം ചോദിക്കുന്നുണ്ട്. അപ്പോൾ 5-10 കയ്യിലുള്ളത്, വലിയ തുകയൊന്നും ഞാൻ ചോദിക്കുന്നില്ല, കയ്യിലുള്ളത്. അപ്പോൾ ഒന്ന് സഹായിക്കുക, അതെനിക്ക് പറയാനുള്ളത്. QR കോഡ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടേക്കാം. ഇതിൻ്റെ താഴെ ഇടാൻ പറ്റുമോ എന്നറിയില്ല. പറ്റുവാണെങ്കിൽ ഇടാം. യെസ്, ഇട്ടേക്കാം. ഇപ്പം തന്നെ നോക്കട്ടെ, 1 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. ഓക്കെ, എവിടെയോ വന്നു. അപ്പം കഴിയുന്നതും 5000 രൂപയുടെ നമുക്ക് ആവശ്യമുണ്ട്. ഗ്രീൻ സ്ക്രീനാണ്, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. എന്താ ഒന്നുമില്ല. അപ്പം ഞാൻ